വീട്ടുകാരെയും വിരുന്നുകാരെയൊക്കെ നല്ല എരിവ് കൊടുത്തൊന്ന് ഞെട്ടിച്ചാലോ. പിന്നെ ആ എരിവ് കുറയ്ക്കാൻ ഒരു തണുത്ത ജ്യൂസും കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല എരിവുള്ള കാന്താരി മുട്ട ഉണ്ടാക്കുന്നതും പിന്നെ തണുത്ത കയ്പില്ലാത്ത നല്ലൊരു ടേസ്റ്റി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നതുമാണ്. 3 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസിന് വേണ്ടി ഞാൻ 4 ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കാന്താരി മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങിയെടുക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർത്ത വെള്ളത്തിലേക്ക് മുട്ട ചേർത്ത് അത് തിളച്ച് കഴിയുമ്പോൾ 2-3 മിനിറ്റ് ഒന്ന് ചെറുതീയിലേക്ക് മാറ്റിയ ശേഷം ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി കാന്താരി ചമ്മന്തിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 പിടി മല്ലിയില എടുക്കണം. വാടിയതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് മാറ്റണം. പിന്നെ ഒരു 6-7 പുതിനയില വേണം. 7-8 ചുവന്നുള്ളി വേണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ 7 മുതൽ 10 വരെ കാന്താരി മുളക് വേണം. ഞാനിപ്പോൾ വെള്ളക്കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചക്കാന്താരി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. നമ്മുടെ എരിവിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ 7 എടുത്തിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു കഷ്ണം പച്ചത്തേങ്ങ എടുക്കണം. പിന്നെ അരമുറി നാരങ്ങ വേണം. മുട്ട ഒരു 10 മിനിറ്റൊക്കെ ആയി. ഇനി ഈ വെള്ളം ഒന്ന് മാറ്റി തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ട തോടൊക്കെ പൊളിച്ച് നല്ല വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കാം. മുട്ടത്തോടിൻ്റെ കൂടെ ആ മുട്ടയൊന്നും പൊളിഞ്ഞു പോകാത്ത തരത്തിൽ നന്നായിട്ട് എടുത്ത് വയ്ക്കണം. ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരു 4 ഓറഞ്ച് കഴുകി വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കാം. നല്ല പഴുത്ത ഓറഞ്ചാണ് നല്ലത്. 3 വലിയ ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഈ 4 ഓറഞ്ച് മതിയാവും. അപ്പോൾ നമുക്ക് എത്രത്തോളം ഓറഞ്ച് ജ്യൂസ് വേണോ അതനുസരിച്ച് ഓറഞ്ചിൻ്റെ എണ്ണം കൂട്ടിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ചമ്മന്തി റെഡിയാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആ എടുത്തു വെച്ചാൽ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിയില, തേങ്ങ, ഇഞ്ചി, ഉള്ളി, പുതിനയില, കാന്താരി, പിന്നെ ഇതിന് പുളിക്ക് ആവശ്യമായിട്ട് ഉള്ള ആ ചെറുനാരങ്ങ അതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിൽ ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതിൽ തേങ്ങ ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ മല്ലിയിലയ്ക്കും പുതിനയിലയ്ക്കും പിന്നെ കാന്താരിക്കും എല്ലാം ഒരു ഹെവി കുത്തലുണ്ടല്ലോ, അത് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് തേങ്ങ ചേർക്കണമെന്നില്ല. ചിലർ തേങ്ങ ചേർത്തും ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ആ പച്ച കുത്ത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ. ഇത് അളവ് വളരെ കുറവായതുകൊണ്ട് ചെറിയ ജാറിലിട്ടാലും ഇത് അരച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ അളവ് കൂടുതൽ എടുത്തിട്ട് അരയ്ക്കണം, അതല്ലെങ്കിൽ പല പ്രാവശ്യം ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കണം. കാന്താരി ചമ്മന്തി റെഡിയായി പിന്നെ ജ്യൂസ് റെഡിയാക്കാം. ഇനി ഇത് 2ആയിട്ട് മുറിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി വേണം. 1 കാന്താരി മുളക് വേണം. 5-6 ഇല പുതിന വേണം. ഓറഞ്ച് 2ആയിട്ട് മുറിച്ചിട്ട് നമ്മൾ ഒരു അരിപ്പയിലേക്കാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. അതിൻ്റെ കുരു ഒന്നും വീഴാത്ത തരത്തിൽ ഒരു അരിപ്പ വെച്ചിട്ട് ഈ എല്ലാ ഓറഞ്ചും പിഴിഞ്ഞെടുക്കാം. ഓറഞ്ച് തൊലി പൊളിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് എല്ലാം കൂടെ അടിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ അരിപ്പയിലേക്ക് ജ്യൂസ് പിഴിഞ്ഞ് വെച്ചിട്ട് അത് ചേർത്ത് കൊടുത്ത് ജ്യൂസ് അടിക്കുന്നതാണ്. അല്ലെങ്കിൽ കുരുവൊക്കെ ആയിട്ട് ഓറഞ്ച് ജ്യൂസിന് കയ്പുണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും കയ്പുണ്ടാവില്ല. മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് നമുക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പുതിനയില, കാന്താരി മുളക്, മധുരത്തിനായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് ജ്യൂസ് കിട്ടി അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ജ്യൂസിൽ വെള്ളമാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സമയത്ത് തന്നെ അതും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. കോഴിമുട്ടയൊക്കെ തോടൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. കട്ട് ചെയ്യുമ്പോൾ ഇത് 2 പീസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1/4 ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കാന്താരി ചമ്മന്തി റെഡിയാക്കി വെച്ച കാന്താരി ചമ്മന്തി ഫില്ല് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം അതിൻ്റെ ഉള്ളിൽ ചമ്മന്തി ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്ത് കൊടുക്കാം. ഇനി ഓരോന്നും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കാന്താരി മിക്സ് നിറച്ചു കൊടുത്താൽ പിന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചേർത്ത ചമ്മന്തി ഒന്നും പുറത്തോട്ട് പോകരുത്. ചെറുതായിട്ടൊന്ന് അമക്കി കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാ കാന്താരി മുട്ടയും റെഡിയായി. ഇനിയിപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസ് ഒന്ന് ഗ്ലാസ്സിലേക്ക് പകർന്നു കഴിഞ്ഞാൽ കാന്താരി മുട്ടയും ഓറഞ്ച് ജ്യൂസും സെർവ് ചെയ്യാം. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് 2 ഗ്ലാസ്സിലായിട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ 1/4 ഭാഗം വീതം ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ട് ബാക്കി ഞാൻ സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത സോഡ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കിയെടുക്കാം.
ഒഴിവു ദിവസങ്ങളിലൊക്കെ വീട്ടിലെല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് നമുക്ക് സന്തോഷത്തോടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് മുട്ടക്കാന്താരിയും ഓറഞ്ച് ജ്യൂസും. ഇതൊരു 11 മണി അടുപ്പിച്ചൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. താങ്ക്